അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ കണ്ടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. കാണാമല്ലോ, നമ്മൾ കണ്ടത്തിൻ്റെ നടുക്ക് സംഭവം ജോർജ് ഉണ്ട്. നമ്മൾ ചൂണ്ടയിടാൻ പോവാണ്. അപ്പം കണ്ടത്തിൻ്റെ നടുക്ക് നിന്നാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പം കാലം മൊത്തം ചെളിയായിട്ടുണ്ട്. അവിടെ ചെന്ന് ചൂണ്ടയിടും, എന്നാൽ മീൻ കിട്ടുമെന്നൊരു പിടിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്ന് വേണ്ടി ബാക്കി വിശേഷം പറയാം. അപ്പോൾ നമ്മൾ കണ്ടത്തിൽ നിന്ന് കരയിലേക്ക് കയറി ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മോട്ടർന്തറ വരും. മോട്ടർന്തറയിൽ ചെന്നാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഇപ്പം വരയെ പിടിക്കണം. ഇനി വരയെ പിടിക്കുന്ന വീഡിയോ ഉണ്ട്. പിന്നെ കാല് മൊത്തം ചെളിയായിരിക്കുകയാണ്, കാലൊന്ന് കഴുകണം. അപ്പോൾ അടിപൊളി വഴിയൊക്കെ തന്നെയാണ്. കുറച്ച് പേരുടെ ഉള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കി ഞാൻ അങ്ങോട്ടല്ല. കാഴ്ചപ്പം മോട്ടർന്തറ ആ സൈഡിലുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അതിനു മതി ഈ കാട്ടിനകത്ത് നിന്ന് വിരയിനെയോ തുമ്പിയെയോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മറ്റേ പേരനാടാ വെട്ടിലിനെയോ പിന്നെ പിടിക്കണം. അത് പിടിച്ചിട്ട് വേണം നമുക്ക് പിന്നെ തീറ്റയായിട്ടിടാൻ. അപ്പോൾ അത് പിടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോ ഇല്ല? മണിക്കൂറുകളിലൂടെ പ്രേക്ഷണ പിന്നെ എഫേർട്ട് എടുത്ത് ഒരു വരയെ കിട്ടി, വരയല്ല വെട്ടിലിനെ കിട്ടി. ആ വെട്ടിലിനെ കൊണ്ട് ഇപ്പം നമ്മൾ ചൂണ്ടയിടാൻ പോവാണ്. ജോർജ് മുമ്പേ പോകുന്നുണ്ട്. അപ്പം മോട്ടർന്തറയൊക്കെ പരിചയപ്പെടുത്തരാം. മോട്ടർന്തറ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഇതിലം വഴി വെള്ളം പമ്പ് ചെയ്ത് അപ്പുറം ഇറക്കി വിടും. അപ്പുറമൊക്കെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടേക്കുമോ. നമ്മൾ ഇവിടാണ് ഇടാൻ പോകുന്നത്. ഇവിടാണ് സംഭവം ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജോർജ് അപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അപ്പുറം ഇടാം. തരുക എന്നാടാ. ഇപ്പം ചൂണ്ടയിടാൻ തുടങ്ങുവാണ്. ഇത് ഇട്ട് നീ കിട്ടുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. എനിക്കിത് കാണിച്ചേട്ടാ. ഇതേക്ക് ഇതാണ് തീറ്റി. ഇടുവാണ്. എന്നെ വലിച്ചോണ്ട് പോകും. ഇവിടെ മൊത്തം കൃഷി നടക്കും. അപ്പോൾ എല്ലാം നിറച്ചിട്ടേക്കോ. നമുക്ക് കൃഷിയാണെന്നിരിക്കണം. അല്ലേ മീൻ ചാട്ടോ നമ്മൾ നോക്കണം കിട്ടുമോ ഇല്ലയോ. നമ്മൾ ആദ്യമേ ഇട്ട് ഒന്നും കിട്ടിയില്ല. കൊത്തൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നിർത്തി. ഇപ്പം പിന്നെയും വരയോ തപ്പിക്കൊണ്ടിരിക്കുക. ആദ്യം ഒന്നേ കിട്ടിയുള്ളൂ. ഇപ്പം വേറെ സാധനം തപ്പിക്കൊണ്ടിരിക്കുക.
തപ്പി കിട്ടിയോ നമ്മൾ പിന്നെ ഇടും. ഇന്നെന്തായാലും ഒരെണ്ണത്തിനെ കൊണ്ടേ പോകത്തുള്ളൂ. പിന്നെ ഇന്ന് വല്ല കിട്ടുവാണെങ്കിൽ ഇന്ന് കഴിക്കും. ഇന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാളെ ഡേ 2 ഷൂട്ടായിരിക്കും. അപ്പം താപ്പാ നമ്മുടെ സൈക്കോ വരെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ആ ദൃശ്യമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വില കിട്ടുന്നുണ്ടോ? ആരാണ്ട് എന്തോ മാന്തി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പിന്നെ മാന്തി കൊടുക്കുകയാണ്. ഒരു വരയുടെ അംശം കണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തപ്പുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഈ വീഡിയോ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ പാർട്ട് 2 ഇറങ്ങും. കാരണം വരെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും തിരിച്ച് വീട്ടിൽ പോയിട്ട് വരെ പിടിക്കണം. അപ്പോൾ അതൊക്കെ പാർട്ട് 2 ഇറക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫിഷ് വ്ലോഗ്. ഇനി പാർട്ട് 2 നമുക്ക് പിന്നെ കാണാം. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതെ, നമ്മുടെ സൈക്കോ വരുന്നുണ്ട്, ചൂണ്ടയൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്ക് വരെ കിട്ടാത്തുണ്ട്. വരെ കിട്ടുമായിരുന്നെങ്കിൽ മീനെ പിടിക്കാമായിരുന്നു. ഫസ്റ്റൊന്നും മീനെ കിട്ടിയില്ല. തിരിച്ചു പോകും. പിന്നെ നമ്മളിവിടെ ഉപേക്ഷിച്ച് പോയ കുറച്ച് പടക്കങ്ങളുണ്ടായിരുന്നു. പടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പടക്കം പിടിക്കുന്നതും കാണാം. തീരടി ചൂടാക്കാം പട അതാ ചാട്ട ചട്ടിക്കകത്തിട്ട് വാർത്തെടുക്കാം. ഞാൻ പൊട്ടിച്ച് കത്തിച്ച് നോക്കും. കത്തിച്ചിട്ട് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സാഹസിക വഴി കൂടെ പോകാൻ പോവാണ്. ആ വഴി അങ്ങ് വരെ ഞാൻ കാണിച്ചു തരാം. ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇനി തന്നെയാണ് വീഴും. നമുക്ക് ആ വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വഴി കൂടെ തന്നെ പോകാം. നമ്മൾ ശരിക്കും സാഹസികമായ വഴി കൂടെ ഇറങ്ങാൻ പോകണം. പുറകെ ഞാൻ പറഞ്ഞ സാഹസിക വഴി എപ്പം മുന്നേ തെന്നി വീഴാം. പിന്നെ വരി കൂട്ടായിരുന്നു. ഞാനും ഇവനും ക്വാറന്റൈൻ ലൈഫ്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്തെ നിങ്ങളെ കാണുന്ന സീനിയർ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് മീനെ കുറേ പിടിക്കായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ക്വാറന്റൈൻ ലൈഫ്, അതാണ് അവിടെ പറ്റിയത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പം തെന്നുന്നൊരു സാഹസിക വഴി തന്നെ ഇത്. നമ്മുടെ മുമ്പേ ആണ് ഇവൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സാഹസിക പിടിച്ച വഴി നമ്മൾ താണ്ടണം. ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്. നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യണം. ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നല്ല രസമാണ്. കണ്ട നടുക്കൂടൊക്കെ നടക്കാം. പിന്നെ ചെളിക്കകത്ത് വീഴാം. ചെളിക്കകത്തൊക്കെ വീണാലേ രസമുള്ള കൂട്ടാൻ. പ്രേക്ഷകരെ, നമ്മൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത നമ്മൾ പാർട്ട് 2 കാണാം. അപ്പോൾ ആദ്യമേ ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. എന്താ പറയുക, നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒരു 1000 അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1000 അടിക്കാം. വീഡിയോസ് കൂടുതൽ ഇറക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. അടുത്ത വ്ളോഗ് നമുക്ക് അടുത്ത ദിവസം കാണാം. ദുനിയ ബൈ ബൈ.